പത്തനംതിട്ടയിൽ ജീവിച്ചിരിക്കുന്നയാളുടെ മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബത്തിന് കത്തയച്ച സംഭവത്തിൽ ഗൃഹനാഥൻ ഗോപിനാഥൻ നായർ പഞ്ചായത്ത് ഓഫീസിൽ നേരിട്ടെത്തി. ആരാണിതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്ന് കണ്ടെത്തണമെന്ന് ഗോപിനാഥൻ നായർ 24-നോട് പറഞ്ഞു. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ഗോപിനാഥൻ നായർ മരിച്ചതായി വിവരം കിട്ടിയെന്ന് പറഞ്ഞാണ് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് പ്രമാടം പഞ്ചായത്ത് അധികൃതർ കുടുംബത്തിന് കത്തയച്ചത്. ഒരു വല്ലാത്ത ഗതികേടാണ്. എന്തായാലും അത് ഷിജോ കുര്യൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ കുറേയധികമുണ്ട്. അപ്പോൾ ഈ അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടലുകൾ സർക്കാർ തലത്തിൽ നടത്തി വരികയാണ്. അത് പഞ്ചായത്തുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അനർഹരെ ഒഴിവാക്കുക എന്നുള്ളത് നല്ല കാര്യം തന്നെയാണ്. എന്നാൽ ഒരാൾ മരിച്ചുപോയി, അയാളുടെ പേര് ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയാണ്. അങ്ങനെ കാട്ടിക്കൊണ്ട് ഈ മരിച്ചുപോയ ആളുടെ ബന്ധുക്കൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു നോട്ടീസ് വരുന്നു. പക്ഷേ പഞ്ചായത്ത് മരിച്ചു എന്ന് വിധി എഴുതിയ ആൾ ജീവനോടുകൂടി ആരോഗ്യത്തോടുകൂടി വീട്ടിലിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഇവിടെ പത്തനംതിട്ട കോന്നിയിൽ ഗോപിനാഥൻ നായർ മരിച്ചു എന്ന് പറഞ്ഞ് പ്രമാടം പഞ്ചായത്തിൽ നിന്ന് ഒരു കത്ത് വീട്ടിലേക്ക് വരുന്നത്. ഈ കത്ത് കൈപ്പറ്റി 3-ാം ദിവസത്തിനകം മരിച്ചുപോയയാളുടെ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ആധാർ, മറ്റ് അനുബന്ധ രേഖകൾ ഇതെല്ലാമായി പഞ്ചായത്തിലേക്ക് വരണം എന്നുള്ളതായിരുന്നു കത്ത്. പക്ഷേ ഗോപിനാഥൻ നായർ വളരെ ആരോഗ്യവാനായിട്ട് വീട്ടിലുണ്ടായിരുന്നു. എന്തായാലും താൻ മരിച്ചിട്ടില്ല, ജീവനോടുകൂടി തന്നെയുണ്ട്, പെൻഷൻ ഇപ്പോഴും വാങ്ങാൻ അർഹനാണ് എന്ന് പഞ്ചായത്തിനെ കാണിക്കാൻ വേണ്ടി ഗോപിനാഥൻ നായരും മകനും ഭാര്യയും കൂടി ഇപ്പോൾ പ്രമാടം ഗ്രാമപഞ്ചായത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതിപ്പോ ഒരു വിചിത്രമായിട്ടുള്ള കാര്യമായിട്ടാണ് തോന്നുന്നത്. എന്താ പറയാൻ തോന്നുന്നിപ്പോ? മരിച്ച ആളിനെ പഞ്ചായത്ത് സെക്രട്ടറിയെ കൊണ്ട് കാണിക്കാൻ കൊണ്ടുവന്ന നമുക്ക് നിയമം ഇത് വേണമല്ലോ, കാര്യങ്ങൾ വേണമല്ലോ. ഇത് ആരയച്ചു? ഇത് സെക്രട്ടറി ഒപ്പിട്ട് അയച്ചേക്കുന്നത്. ഇത് അവർക്കാർക്കാ പരാതി? അവർക്ക് സെക്രട്ടറിക്ക് ആർക്കാ പരാതി തന്നത്? ഞങ്ങൾക്ക് അറിയണം. അച്ഛാ, ഇതിപ്പോ ജീവനോട്ടിരിക്കുന്ന ആളെ പല ആളുകളും പല സമയങ്ങളിലേക്ക് മരിച്ചു എന്നൊക്കെ പറഞ്ഞപ്പോൾ വ്യാജ പ്രചരണം നടത്താറൊക്കെ ഉണ്ട്. പക്ഷെ പഞ്ചായത്ത് ഇങ്ങനെ കത്തെഴുതി പച്ചൻ എന്നാ തോന്നുന്നേ? ഞാൻ തട്ടിന്നിട്ട് വരുവാ വണ്ടി കിട്ടിയില്ല, ഈ വണ്ടി വിളിച്ചാ വന്നെ. അപ്പൊ ചത്തല്ല. പഞ്ചായത്തിന് ബോധ്യപ്പെടുത്തണം. ഇത് ആര് കാണിച്ചായിരുന്നു? ആരായിട്ട് ആര് കാണിച്ചായിരുന്നു? ശനിയാഴ്ച കിട്ടി. ഇന്ന് കൊണ്ടു കൊടുക്കണം. എനിക്ക് തിരിച്ചു കാട്ടെ, തന്നെ രൂപയെല്ലാം തിരിച്ചടച്ചു കൊടുക്കണം. ഇന്ന് 10 മണിയാകുമ്പോൾ കൊണ്ട് തിരിച്ചു കൊടുക്കണം. ഒരു തരത്തിലും ജീവിക്കാൻ ഒക്കുന്നില്ല, ഒന്നിനും പോകുന്നില്ല. അവനവന്റെ കാര്യം നോക്കി അവരവർ ജീവിക്കുക. പണി ചെയ്താൽ വല്ലപ്പോഴും ഒരു പണിക്ക് പോകും. വയ്യാത്തവനാ. അപ്പം സർക്കാരിൽ നിന്ന് ഇത് തരുന്നതോട് നിർത്തലാക്കാൻ നോക്കുക. എന്തായാലും അച്ഛന് ഇനിയും പെൻഷൻ കിട്ടട്ടെ, ആയുസോടും ആരോഗ്യത്തോടും ഇരിക്കട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. അതേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചായിരുന്നു ആരാണ്. അപ്പൊ എന്തായാലും ഈ കത്ത് അയച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ്, ആരാണ് അയച്ചത്, അതിനെ അറിയണം. അതുകൊണ്ടുകൂടിയാണ് ഈ പഞ്ചായത്തിലേക്ക് ഇപ്പോൾ ഗോപിനാഥൻ നായരും മകനും കുടുംബവും ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. സഞ്ജയ് ഇഗ്വാലിനൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.